കാടിനു ശൂലക്കാരനെ വെണ്ണക്കാരനെ അതുകൊണ്ട് കാര്യമില്ല. ഒരു മാതാവിന് 5 സന്താനങ്ങൾ ഉണ്ടെങ്കിലും 5ന് ഇഷ്ട, പക്ഷെ ഒന്നിനോട് ഇത്തിരി പ്രീതി കൂടുതലുണ്ടാവും, ഇല്ലേ? അത് സഹജ. ഇല്ലാന്ന് ഒരു മാതാവും പറയട്ടെ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ ശരിയല്ലേ? അപ്പൊ നിനക്ക് ഈ 3 ഏതിനോട് ഇഷ്ടം? വെണ്ണക്കാരൻ ശൂലക്കാരൻ എന്റെ കാടി, ഇതിൽ ഏതെന്ന് പറഞ്ഞാൽ മതി. ഇതിങ്ങോട്ട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ പോലെ. നീ വന്നു നിന്നപ്പോഴേ ഞാൻ കണക്ക് കൂട്ടി. വെണ്ണക്കാരൻ പറഞ്ഞ എന്റെ ആളാട്ടാ, നീ ആളോട് ഒന്നും പറയണ്ട. നീ ഇത്തിരി എന്തെങ്കിലും കൊടുത്താൽ മതി. നീ എന്ത് പറഞ്ഞാലും അങ്ങേര് കേൾക്കില്ല. അങ്ങേര് എന്റെ ഇഷ്ടപ്പെട്ട ആളാ, അതുകൊണ്ട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട. അതാണ് നിന്നോട് 3 ആളെ കാണിച്ചത്. നീ ആദ്യം വെണ്ണക്കാരനെ പറയുന്നത് എനിക്കറിയാം. ഞാനത് നിന്റെ നാവിൻ തുമ്പിന്റെ എനിക്കിഷ്ടം വെണ്ണക്കാരൻ, അങ്ങനെ തന്നെ പറഞ്ഞോളാം. മനസ്സിലായില്ല? അതിൽ തെറ്റില്ല. ഞാൻ മൺമറയുന്ന അതല്ല ആ ഉന്നോട് ചോദിച്ചു, മൺമറയുന്ന കാലം വരെ നീ അല്ലാണ്ട് എനിക്ക് ആരില്ലാന്ന് അങ്ങേര് പറഞ്ഞ പോലെ വെണ്ണക്കാരനല്ലാണ്ട് ഈ ഭൂമി മലയാളത്തില് വെച്ച് ആരാധിക്കുന്ന ഒരു കരുക്കളും അങ്ങേരെ സ്ഥാനത്ത് നിൽക്കില്ല. അത് നിന്റെ ഉടമ്പടി. സന്തോഷം. എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു നിന്നോട്. ഓക്കോ, അങ്ങേരുണ്ട് 30 നാൾ കൂടുമ്പോ ഒരു നാളൊന്ന് പോയി കാണാൻ. ഇന്നാള് നീ പോയിട്ട് കാണാൻ പറ്റില്ല എന്ന് പരിഭവം പറഞ്ഞു. അത് തന്നെ പറഞ്ഞു. നീ നാളെ പോയിട്ട് കാണാൻ പറ്റില്ല എന്ന് പരിഭവം പറഞ്ഞു പോന്നു. നീ വിളിക്കുമ്പോ നിന്റെ അരികിലുണ്ട് നിന്റെ മകനായിട്ട് അങ്ങേര് ഓടക്കൊള്ളും കൊണ്ട്. അങ്ങേരുടെ രൂപം അവിടെ ഇരിക്കില്ലേ? ഇല്ലേ? പിന്നെന്താ നിനക്ക് പേടി? ഉണ്ണി, ഇതിനകത്താണ് സങ്കല്പം. മനസ്സിലായില്ല? ഇതിലല്ല, ഇതിനകത്താണ് സങ്കല്പം. അങ്ങേരുടെ ചില നിന്റെയിലുണ്ട്. നീ അന്ന് കാണിട്ട് കറങ്ങി പോന്നു. ഇത്രയും കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ ഇത്രയും വഴി താണ്ടി ഇവിടെ വന്നു. ഇത്രയും ജനങ്ങളെ ചുറ്റിപ്പറ്റി ഞാൻ വന്നിട്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. ആ പരിഭവം വേണ്ട. നീ വിളിച്ചാൽ അങ്ങേര് അവിടെയുണ്ട് ഓടക്കുള്ളായിട്ട്. പിന്നെ നിനക്ക് എന്താ? നീ പൊക്കം ഉണ്ടെങ്കിൽ ഞാനുണ്ട്. ഞാൻ നിന്റെ അടുത്ത് വരില്ല. വേറെ ഒന്നുകൊണ്ടല്ല. നിനക്ക് പ്രിയം അങ്ങാരോ, അതിനെനിക്ക് പരിഭവമില്ല, സന്തോഷമുള്ളൂ. പൊക്കോ.